കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ കീഴിലൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കേരള ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ പുതിയൊരു അവസരം കൂടി വിളിച്ചിട്ടുണ്ട്. സോ ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പരീക്ഷ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഡയറക്റ്റ് എക്സാം ഇല്ല എന്നല്ല. ഇപ്പോൾ നിങ്ങളുടെ അപേക്ഷകൾ ഒരുപാട് കൂടുകയാണെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ ഘട്ടങ്ങൾ 1 by 1 ആയിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാകും, അതായത് ഒരു റിട്ടൺ എക്സാമിനേഷൻ വെക്കാം, പിന്നെ ഇൻ്റർവ്യൂ വെക്കാം, അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ വെക്കാം. ഇനി അപേക്ഷകർ കുറവാണെങ്കിൽ ഇതൊന്നും തന്നെ ഉണ്ടാവത്തില്ല. നേരിട്ട് ചിലപ്പോൾ ഇൻ്റർവ്യൂ ആയിരിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നിലവിൽ എക്സാം ഇല്ലാതെ നമുക്കൊരു ഗവൺമെൻറ് ജോബൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് ജോബ് ആഗ്രഹിക്കുന്നവർക്ക് വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. സോ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ. താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അപേക്ഷിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ക്രോമിലോ ഗൂഗിളിലോ എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് അതിലൂടെ കയറി അപേക്ഷിക്കാൻ സാധിക്കും. പലരും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടും എവിടെ അപ്ലൈ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ലിങ്ക്. നമ്മൾ സാധാരണ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നത് കൊണ്ട് ഈ വീഡിയോയിൽ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട്. സോ 6/5/2026 അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/5/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അന്ന് വൈകുന്നേരം 5 മണി വരെ അപേക്ഷിക്കാൻ സാധിക്കും. എല്ലാ ജില്ലകളിലേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ അസിസ്റ്റന്റ് ഡ്രഗ്സ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ബാച്ചിലർ ഓഫ് ഫാർമസി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതൊരു ഡിസേബിൾ, അതായത് മുൻഗണന നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ സ്കിൽ ടെസ്റ്റിൽ വരുന്നതാണ്. പിന്നെ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ് തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം 6 വേക്കൻസി കണ്ടിട്ടുണ്ട്. കൊല്ലം 3 വേക്കൻസി, പത്തനംതിട്ട 1 വേക്കൻസി, ആലപ്പുഴ 2 വേക്കൻസി, കോട്ടയം 2 വേക്കൻസി, എറണാകുളം 3 വേക്കൻസി, തൃശ്ശൂർ 3 വേക്കൻസി, പാലക്കാട് 2 വേക്കൻസി, മലപ്പുറം 2 വേക്കൻസി, കോഴിക്കോട് 3 വേക്കൻസി, കണ്ണൂർ 2 വേക്കൻസി, കാസർഗോഡ് 1 വേക്കൻസി. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ വേക്കൻസികൾ നിലവിൽ കൊടുത്തിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്ത പോസ്റ്റ് കാണാൻ സാധിക്കും. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. 10 ഒഴിവുകളാണുള്ളത്. ഇതിന് ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനിലാണ് പറഞ്ഞിട്ടുള്ളത്. ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ എക്സ്പീരിയൻസ് 1 year എക്സ്പീരിയൻസ് ഡാറ്റ എൻട്രിയിൽ ചോദിക്കുന്നുണ്ട്. ഗുഡ് നോളജ് MS ഓഫീസിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിലൊക്കെ ഗുഡ് നോളജ് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇതൊക്കെ ഡിസേബിൾ ആണ്, ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞതിൻ്റെ സാലറി നമുക്കിവിടെ കാണാൻ സാധിക്കും. 30,000 രൂപയാണ് മുകളിൽ സാലറി പറഞ്ഞിട്ടുള്ളത്. 30 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഈ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 24,000 രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. തിരുവനന്തപുരം 5, കൊല്ലം 1, എറണാകുളം 1, തൃശ്ശൂർ 1, കോഴിക്കോട് 1, കണ്ണൂർ 1 എന്നിങ്ങനെയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. സോ താല്പര്യമുള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ച് മനസ്സിലാക്കി യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. താങ്ക് യു.